പ്രിയ പ്രേക്ഷകരെ, ഈ വാർത്ത നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇവരുടെ മക്കളൊന്ന് കാണണം ഈ അച്ഛനെ. സ്വന്തം അച്ഛൻ മരിച്ചെന്ന് അറിഞ്ഞ് മക്കൾക്ക് സന്തോഷം. പിന്നീട് അച്ഛനല്ല മരിച്ചത്, മറ്റാരുടെയോ അച്ഛനാണ് മരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ വലിയ വിഷമം തോന്നി കേട്ടോ പാവങ്ങൾക്ക്. കൊല്ലം ചവറയിലാണ് സംഭവം. ഇന്ന് ഈ അച്ഛൻ അനാഥ മന്ദിരത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. 3 ആൺമക്കളും അച്ഛനെ തിരിഞ്ഞു നോക്കുന്നതേയില്ല. അദ്ദേഹം ചെയ്ത തെറ്റ്, ഇദ്ദേഹം മരിച്ചില്ല എന്നാണ്. കുറച്ച് നാൾ മുമ്പ് ഇദ്ദേഹം വീട് വിട്ടിറങ്ങി തെരുവിൽ കഴിയുകയായിരുന്നു. മഴയും വെയിലും ഏറ്റ് പട്ടികടിയൊക്കെ കൊണ്ട് കിടക്കുന്നത് കണ്ട് ജീവകാരുണ്യ പ്രവർത്തനമായ ശക്തിയുള്ള ഗണേശ് ചേട്ടനെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഗോപാലകൃഷ്ണൻ ചേട്ടനെ മാറ്റി. അപ്പോഴാണ് ആ ദിവസം അന്ന് തന്നെ വേറൊരു ഗോപാലകൃഷ്ണൻ അവിടെ അഡ്മിറ്റായത്. നിർഭാഗ്യവശാൽ ആ ഗോപാലകൃഷ്ണൻ മരണപ്പെടുകയും തിരുവനന്തപുരം പോലീസ് ചവറയിലുള്ള മക്കളെ വിളിച്ച് ഗോപാലകൃഷ്ണൻ മരിച്ചതായിട്ട് അറിയിച്ചു. ഇതോടെ മക്കൾ വീട്ടുവിട്ടത് വലിയൊരു പന്തലൊക്കെ ഇട്ട്, അതുപോലെ ആളുകളൊക്കെ നാട്ടുകാരെയൊക്കെ വിളിച്ച് കഞ്ഞിയൊക്കെ കുടിച്ച്, അതുപോലെ പിറ്റേന്ന് ഈ മൃതശരീരം ഏറ്റുവാങ്ങാനായി ഈ ആംബുലൻസ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് ഞങ്ങളുടെ അച്ഛനല്ല മരണപ്പെട്ടതെന്ന് അവരറിയുന്നത്. എന്തായാലും അതുകൊണ്ട് അവർക്ക് ആകെ വിഷമമായിപ്പോയി കേട്ടോ. എന്തായാലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ അടുത്ത് പറയുന്നൊന്ന് കേട്ടിട്ട് വരണം. ഗോപാലകൃഷ്ണനാണ് പേര്. 29 വയസ്സാണ് പ്രായമുണ്ട്. ഇയാൾ ചവറ ഭാഗത്തു നിന്ന് റോഡ് സൈഡിൽ കിടന്ന് 4 വയസ്സ് ഉപയോഗിച്ച് ക്ഷണമായി അവിടെ നിന്ന് നമ്മൾ നീക്കിയിട്ട് ആംബുലൻസിനകത്ത് തെക്കുമലയുള്ള നമ്മുടെ പൊതുപ്രവർത്തകനായ ഗണേശനാണ് ഇയാളെ ഇവിടെ എത്തിച്ചത്. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും ഗണേശിൻ്റെയൊക്കെ സഹായത്താൽ നമ്മുടെ കാലിൻ്റെ മുറിവുകളെല്ലാം ഒരുവിധം 75% ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് പോകാനൊരിടയില്ലാത്ത കാരണം ഗണേഷിന് ഇടപാടിൽ സ്റ്റേഷനിൽ മറ്റും പേപ്പറുകളെല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് ചെയ്യാനുള്ള SS സമിതിയിലേക്ക് അയാളെ മാറ്റിയാണ്. അദ്ദേഹം 3 മക്കളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്വേഷിച്ചതിൽ ഈ മക്കളാരും ഇദ്ദേഹത്തെ നോക്കാൻ തയ്യാറല്ല. എന്നാൽ ഇതിനിടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വേറൊരാൾ, ഒരു അൺനോണായിട്ടുള്ള ഒരാൾ മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട വിവരം അറിഞ്ഞ് ഈ മക്കൾ ഇദ്ദേഹമാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞ് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി വീട്ടിൽ പന്തൽ വരെ ഒരുക്കുകയാണ്. ഇദ്ദേഹം അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ അത് ഉപേക്ഷിച്ച് പോയി. എന്നാൽ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞതൊക്കെ, പക്ഷേ ഇദ്ദേഹത്തെ നോക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഇദ്ദേഹം എവിടെ സ്ഥലം അപ്പുറത്ത് എവിടെ എത്ര മക്കളുണ്ട്? 3 മക്കളുണ്ട്. മക്കളുടെയൊക്കെ പേരൊന്ന് പറഞ്ഞേ. പ്രമോദ്, പ്രശാന്ത്, ദീപ്. ഇവരാരും നോക്കത്തില്ല. ഇപ്പം വീട് വിട്ട് ഇറങ്ങിയിട്ട് എത്ര നാളായി ചേട്ടൻ? വീട് വിട്ട് ഇറങ്ങിയിട്ട് 10-20 വർഷമോ? 20 ദിവസമായി. അല്ല, വീട്ടിൽ നിന്നല്ലല്ലോ വന്നത്, റോഡിൽ നിന്നല്ലേ വന്നത്. പിന്നെ ഭാര്യയുണ്ടോ? പേരെന്തോ ഭാര്യയുടെ? രാധാമണി. ഭാര്യ ആരോടൊപ്പം? ഭാര്യയും 3 മക്കളും ഒന്നിച്ചാണോ? അവരാരും നോക്കത്തില്ലേ? ഭാര്യ ഇവിടെ ഉണ്ട്. പിന്നെ മോൻ്റെ കൂടെ. നോക്കാത്തതിൻ്റെ കാരണം എന്തുവാ? കാരണം ഞാനുമായിട്ട് ചേട്ടൻ എത്ര കൊല്ലം ഗൾഫിലായിരുന്നു? 14 വർഷം ഗൾഫിലായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഈ കാലൊക്കെ മുറിഞ്ഞ്, ഈ കാലെന്ത് പറ്റിയതാ? കാല് അവിടെ വെച്ച് ഒരു കുഴപ്പമുണ്ടായി. എന്തുവാ കുഴപ്പമുണ്ടായതാ? പട്ടി കടിച്ചത്. പട്ടി കടി. എവിടെ വെച്ച്? സൗദിയിലായിരുന്നോ? സൗദിയിൽ എത്ര കൊല്ലമായിരുന്നു? സൗദിയിലായിരുന്നു. അവിടുന്ന് പിടിവിട്. ഓല ഉണ്ടാകുമ്പോൾ